ഓം സദ്ഗുരുഭ്യോ നമ. അരുണാരുണകല്ലോല കരുണാകലിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. കൃഷ്ണ പരമാത്മനെ. സമൂചിരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും ശ്രീമദ് ഭാഗവത്തിലേക്ക് സ്വാഗതം. നമ്മള് ദുർവാസാവ് മഹർഷി അംബരീഷന്റെ മുന്നിൽ ചെല്ലുന്നതാണ് അവലോകനം ചെയ്തുകൊണ്ടിരുന്ന ഭാഗം. നമുക്ക് നോക്കാം. അങ്ങനെ തന്റെ മുന്നിൽ എഴുന്നള്ളി അംബരീഷന്റെ മുന്നിൽ എഴുതിയ ദുർവാസാവിനെ മീനധ്വജ അന്തക അംശോത്ഭൂതൻ. മീനധ്വജൻ, മീനം മത്സ്യം കൊടിയടയാളമായിട്ടുള്ളവൻ, അത് കാമദേവൻ. മീനധ്വജൻ കാമദേവൻ. മീനധ്വജ അന്തകൻ, കാമദേവനെ ഇല്ലാതാക്കിയവൻ. കാമദേവനെ ഇല്ലാതാക്കിയത് മഹാദേവൻ. മീനധ്വജ അന്തക അംശോത്ഭൂതൻ, മഹാദേവന്റെ അംശമായിട്ട് അവതരിച്ചിട്ടുള്ള ദുർവാസാവിനെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആ മഹർഷിയെ കണ്ടെഴുന്നേറ്റ് പരമ ഭാഗവതനായിരുന്ന ആ അംബരീഷ ചക്രവർത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന അർഘ്യപൂജാദികളൊക്കെ നൽകി അദ്ദേഹത്തെ ഇരുത്തി സന്തോഷിപ്പിച്ചിട്ട്, അങ്ങ് നീരാടി വരൂ, എനിക്ക് ദ്വാദശി വീഴാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദ്വാദശി വീഴുന്നത് ഏകാദശി വ്രതത്തിന്റെ പ്രത്യേകത. അതിന് ദ്വാദശി വ്രതമെന്നാണ് പറയുക. കാരണം ഏകാദശി വീടിക്കഴിഞ്ഞാൽ ദ്വാദശി തീരുന്നതിന് മുമ്പേ നീരാടി അതിന് പാരണ വീഴണം. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴിക, ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴിക. അങ്ങനെ ആ രണ്ടിനും കൂടി ചേർന്നാണ് നമ്മൾ ഹരിവാസരം എന്ന് പറയും. പഞ്ചാംഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഹരിവാസരം എന്ന്. അത് ഏകാദശി വ്രതത്തിന്റെ അവസാന 15 നാഴികയും പിന്നെ ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടെ ചേർന്ന മുഹൂർത്തം. അതിൽ മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിനനുസരിച്ചായിട്ട് ദ്വാദശി പാരണ വീഴണം. അപ്പോഴാണ് ഏകാദശി വ്രതം സമ്പൂർണ്ണമാകുക. എങ്ങനെയാണ് ഏകാദശി എന്നുള്ളത് പറയാം. അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹത്തിന് ദ്വാദശി പാരണ വീഴാനുള്ള ആ സമയമാകുന്ന സമയത്താണ് ഇദ്ദേഹം ചെല്ലുന്നത്. അപ്പൊ പറഞ്ഞു, സ്വല്പം സമയമുണ്ടല്ലോ, അങ്ങ് വേണ്ട നിയമങ്ങളൊക്കെ ചെയ്ത് നീരാടി വന്ദനം ഒക്കെ കഴിഞ്ഞ് വരിക എന്ന് പറഞ്ഞു. നമുക്കൊന്നിച്ച് പാരണ വീടാൻ, പാരണ പ്രസാദം ഉണ്ടാക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഉണക്കലരി കൊണ്ട് ചോറുണ്ടാക്കി അതാണ് പാരണ വീടുക. തുളസി ജലം കുടിച്ചുകൊണ്ട് പാരണ വീടുന്നത് ഈ ഉണക്കലരി കൊണ്ട് വറ്റിച്ചുണ്ടാക്കിയ ചോറ് കഴിച്ചിട്ടാണ് പണ്ടുകാലത്തൊക്കെ ഏകാദശിക്ക് വ്രതം സമർപ്പിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും അങ്ങനെ ചക്രവർത്തിയാണല്ലോ, വേണ്ട വ്യവസ്ഥകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മുഹൂർത്തത്തിൽ തന്നെ സ്നാനം കഴിച്ച് തുളസി തീർത്ഥത്തെ സേവിച്ചുകൊണ്ട് അന്നം കഴിച്ചുകൊണ്ടാണ് പാരണ വീടുക. അങ്ങനെയാണ് ദ്വാദശി വ്രത സമർപ്പണം. അപ്പൊ എന്തായാലും അങ്ങ് കുളിച്ചിട്ട് വരൂ, നമുക്ക് ഒന്നിച്ചു പാരണ വീടാം എന്ന് പറഞ്ഞു. പക്ഷെങ്കില് ഇദ്ദേഹത്തിന്റെ വ്രതം മുടക്കുക എന്നുള്ളതാണ് ദുർവാസസിന്റെ ലക്ഷ്യം. ദുർവാസസാണ് ദുർവാസാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതാണ് ശരീരത്തിൽ ഇരിക്കുന്നത്, മുൻകോപം. അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹം പോയി നീരാടാനായിട്ട് പോയി. നീരാടി വേണ്ടും നിയമങ്ങളും മുടിച്ച് ആരുടെ മുതാൽ എഴുന്നള്ളുക ഭവാൻ. പൂജയും കഴിച്ച് അർപ്പിച്ച അമൃതവും തൃപ്തി വരുമാർ അശിച്ചു വേണം മമ ഭുക്തി. മഹാത്മാവാണല്ലോ ദുർവാസാവ്, ഈശ്വരതുല്യനായിട്ടുള്ള ഋഷീശ്വരനാണ്. ഭഗവാൻ തന്നെ പറയാറുണ്ട്, സത്വബുദ്ധികളായിട്ടുള്ളവരെയും മുനികളെയും ഋഷീശ്വരന്മാരെയൊക്കെ പൂജിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന്. അപ്പൊ ആ ദ്വാദശി വ്രതം വീടുന്ന സമയത്ത് തന്നെ ഒരു മഹാത്മാവ് എത്തിയത് വളരെ ശ്രേഷ്ഠമായ കർമ്മമായിട്ട് അംബരീഷ ചക്രവർത്തി കാണുന്നു. അങ്ങേക്ക് ആഹാരം തന്ന് അങ്ങ് സ്വസ്ഥനായതിനു ശേഷം വേണം എനിക്ക് പാരണ വീടുക. അപ്പോഴാണ് അതിന്റെ പുണ്യം നല്ലവണ്ണം ഉണ്ടാകുക എന്നുള്ളതാണ് അംബരീഷന്റെ ആ ശുദ്ധ മനസ്സിലുള്ള ധാരണ. പക്ഷെ അത് ദുർവാസാവ് അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനാണ് തയ്യാറായത്. തൃപ്തി വരുമാറശിച്ചു വേണം മമ ഭുക്തി, തദ്വാദശി പോയി കഴിയും മുമ്പേ. നിത്യാദി ഭൂപതീന്ദ്രോക്തികൾ കേട്ടുടൻ ബദ്ധമോദാൽ അനുവാദവും ചെയ്തു താൻ മിത്രാത്മജയിൽ നീരാടുവാനായി മുതാഗിത്വാഭി ത്രിദ്വാദശി കഴിവോളവും നിത്യകർമ്മങ്ങളും ചെയ്ത് ഇരുന്നിടിനാൻ.
അദ്ദേഹം കുളിക്കാൻ പോയി. മിത്രാത്മജ, കാളിന്തി നദി, അതിന് മറ്റൊരു പേരാണ് യമുന എന്നുള്ളത്. ആ യമുനാ നദിയിൽ കുളിക്കാൻ പോയി. അദ്ദേഹം നീരാടി വേണ്ട നിയമങ്ങളൊക്കെ വളരെ സാവകാശത്തോടു കൂടി, കാരണം ഇദ്ദേഹത്തിന് ദ്വാദശിക്ക് വൈകിപ്പിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അപ്പൊ കൃത്യങ്ങളൊക്കെ കഴിച്ചു. അദ്ദേഹം നീരാടിക്കൊണ്ടേയിരുന്നു. വൈകിയവരെ നരേന്ദ്രൻ സുരമുഖമാകിയ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ പൂജിച്ച് തൽശേഷ സാധനം പാരണാവ്യാജം ത്യജിച്ച് ചെയ്താകന്ത മേവിനാൻ. അദ്ദേഹം വരാന് സമയമാകുന്നു. ഇവിടെ ദ്വാദശി പോയി കഴിയാനുള്ള സമയമായപ്പോൾ അദ്ദേഹം സാക്ഷാൽ ദേവന്മാർക്കെല്ലാം അധിപനായ സുരമുഖമാകിയിരിക്കുന്ന ആ സാക്ഷാൽ വൈകുണ്ഠനാഥനായ ശ്രീഹരിയെ മനസ്സിൽ സ്മരിച്ചു. ഭഗവാനെ, എന്താണ് ചെയ്യുക? അതിഥിയായിട്ട് വന്ന ദുർവാസാവ് എഴുന്നള്ളി തിരിച്ചെത്തിയിട്ടുമില്ല. ആ ദ്വാദശി പോയി കഴിയാറുമായല്ലോ. ഭഗവാനെ, എന്താ ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം മറ്റുള്ള ഋഷീശ്വരന്മാരുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന അവരോടൊക്കെ ചോദിച്ചു, എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പം അവരെല്ലാം കൂടെ ഒരു ഉപാധി പറഞ്ഞു കൊടുത്തു. തൽക്കാലം വേണ്ടുന്ന പൂജകള് എല്ലാം വിധിയെ കഴിച്ച് ദേവന് നേദ്യം കൊടുത്ത് അതിനുശേഷം ആ തുളസി ജലത്തെ അങ്ങ് സേവിക്കുക. അപ്പോൾ സമയത്ത് പാരണ വീടിയെന്നുമായി, എന്നാ അന്നം ഭക്ഷിച്ചില്ലെന്നുമായല്ലോ. അങ്ങനെ ഒരു വെയ്പ്പുണ്ട്. ജലം ഭക്ഷിച്ചു കഴിഞ്ഞാല്, ജലം സേവിച്ചാൽ പാരണ വീടിയെന്നുമായി. ഭക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഭക്ഷിച്ചില്ലയോ എന്ന് ചോദിച്ചാൽ ഭക്ഷിച്ചു എന്നൊരർത്ഥത്തിലാണ്. ആപോ അസ്നാദി തന്നൈവ അശിതം തത് ന അനശിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആപ അസ്നദി ജലം പാനം ചെയ്യുന്നോണ്ട് തത്ന ഏവ അശിതം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അത് ആഹാരമല്ല, ജലം കുടിച്ചതാണ്. തത്ന ഏവ ന അനശിതം, കഴിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ജലം പാരണാവ്യാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരമായിട്ട് അദ്ദേഹം കഴിച്ചില്ലെങ്കിലും ജലം കുടിച്ചു. ജലം കുടിച്ചത് തന്നെ പാരണ വീടിയതിന് തുല്യമായി. അപ്പം ആഹാരം കഴിച്ചോ എന്നാ കഴിച്ചു, കഴിച്ചില്ലയോ വെച്ചാൽ കഴിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ, അതുകൊണ്ടാണ് പാരണാവ്യാജം എന്ന ഒരു ശബ്ദത്തോടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം ജലപാനം ചെയ്തു അദ്ദേഹം. ആ ജലപാനം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇവിടെ തിരിച്ചെത്തുന്നത്. പാരണാവ്യാജം ത്യജിച്ചാഗന്ധമേവിനാൻ. അപ്പോഴത് അപരമാർത്ഥം ഗ്രഹിച്ചിതങ്ങ് ഉൾക്കു പ്രകോപം കലർന്നെഴുന്നള്ളിനാൻ. മുനീന്ദ്രൻ എഴുന്നള്ളിയ പോതില് അത്യാനന്ദശാലി നരേന്ദ്രൻ തൊഴുതുടൻ ചൊന്നാൽ, മമവൃതഭംഗം വരികിലും ഇന്നു തിരുവുള്ളമുണ്ടാക വേണമേ. വൈകാതെ പൂജ പരിഗ്രഹിക്കണമെന്ന ആകാംക്ഷയാ നൃപൻ താനിരക്കും വിധോ. അദ്ദേഹം കളവ് പറയാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാരണ വീഴണമായിരുന്നു, ഞാൻ സ്വല്പം ജലം വശിച്ചു, അതെന്റെ വൃതഭംഗം വരാതിരിക്കാനാണ്. പക്ഷെങ്കിൽ ആഹാരങ്ങൾ ഒന്നും ഞാൻ കഴിച്ചില്ല. അങ്ങ് വന്നിട്ട് അങ്ങയുടെ സന്തോഷത്തോടുകൂടി അങ്ങയ്ക്ക് ഏതാനും തന്ന് അങ്ങയെ സന്തോഷിപ്പിച്ചതിന് ശേഷമേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് എന്ന്. അത് ഞാൻ ജലപാനം ചെയ്തതില് അങ്ങയ്ക്ക് ഒരു കോപമുണ്ടാകരുത്. കാരണം അദ്ദേഹത്തിന് ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ ദുർവാസാവിന് അറിയാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ഒരു വിഷ്ണു ഭക്തൻ എന്ന നിലയ്ക്ക് ആരോടും ഒന്നും മറച്ചു വെക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന പരമസാത്വികനായ അംബർഷൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജലപാനം ചെയ്തു, അങ്ങ് വന്നതിന് ശേഷമാകാം എന്ന് കരുതി നമുക്ക് അന്നം അമൃതം സമമായിട്ടുള്ള അന്നത്തെ ഭുജിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്.